നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. അത് എല്ലാവർക്കുള്ള കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യും. പ്ലാനൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ കലണ്ടറിലൊക്കെ മെൻഷൻ ചെയ്ത് വെക്കാം, മൊബൈലിലൊക്കെ നമ്മൾ എഴുതി വെക്കാം, ചിലപ്പോൾ അതിനായിട്ടുള്ള ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാരിറ്റിയോടുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ അത് നേടാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടാവും. ഈ പ്ലാനൊക്കെ വിചാരിച്ച രീതിയിൽ തന്നെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും സാധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമുക്ക് എപ്പോഴും അത് എന്തെങ്കിലുമൊക്കെ റീസൺസിന്റെ കാര്യത്തിലും അങ്ങനെ തള്ളി പോകും. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തെ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ് അല്ലാതെ പൊതുവേ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഡെയിലി പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്ലാനർ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനും ചിന്തിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്ലാനറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ കൂടുതലായിട്ടുള്ള കാര്യം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഒരു പക്ഷേ ഇതൊക്കെ പ്ലാനിങ്ങും പ്ലാനറൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇത് കാണുന്നെങ്കിൽ അവർക്ക് ഇതിലൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ചിലപ്പം ഇന്നേ വരെ ചെയ്ത പ്ലാനിങ് ഒന്നും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. അതേപോലെ ഇതുവരെ പ്ലാനിങ്ങോ പ്ലാനറോ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിലും ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അവർക്കത് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വീക്ക് എന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യമാണല്ലോ പ്ലാനർ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരു പ്ലാനറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനുള്ള ചോദ്യത്തിൻ്റെ ഒരു ആൻസർ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ മോളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് അവർക്കായിട്ട് ഒരു നോട്ട് ഉണ്ട്, ഹോംവർക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഹോംവർക്ക് നോട്ട് എന്നുള്ളത്. ആ നോട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡെയിലി അവരെ പഠിപ്പിച്ചതും അവർക്ക് എന്തൊക്കെ നാളെ ചെയ്തിട്ട് വരണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു ലിസ്റ്റ് എഴുതുക ചെയ്യുക. ഹോംവർക്ക് എഴുതിയിട്ട് ഡേറ്റ് എഴുതിയിട്ട് ഇന്ന പേജ് മുതൽ ഇന്ന പേജ് വരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ നാളത്തേക്ക് ഇന്നാണ് ഹോംവർക്ക് എന്നുണ്ടാവും, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. ഒരു ലിസ്റ്റാണ് നമ്മളുടെ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയില്ലേ, നാളത്തേക്ക് അവർ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യം എഴുതി വെച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു അമ്മ എന്ന നിലയിലും അതേപോലെ ഒരു പഠിക്കുന്ന കുട്ടി എന്ന നിലയിലും മകൾക്കും അത് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും പഠിച്ച് എഴുതി കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു പ്ലാനർ അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ലൈഫിനെ എത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകും എന്നുള്ളത് നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ വീക്ക് ട്രൈ ചെയ്തത് അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എപ്പോഴും പാതി വഴിയിലായി പോകും. ഞാനും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ എഴുതി വെക്കും, പക്ഷേ ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. ഇയർലി പ്ലാൻ ഉണ്ടാവും, വീക്കിലി ഉണ്ടാവും, മന്ത്ലി ഉണ്ടാവും, പക്ഷേ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇനി പറയാൻ പോകുന്ന രീതിയിലൊക്കെ നിങ്ങളത് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേയോ അല്ലെങ്കിൽ ഒരു വീക്കോ ഒരു ഇയറോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പൊതുവെ പഠനങ്ങളിൽ പറയുന്നത് ഡെയിലി പ്ലാൻ അല്ലെങ്കിൽ വീക്ക്ലി പ്ലാൻ എന്നൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ, ഒരു ടു ഡു ലിസ്റ്റ് പോലെ നമ്മൾ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ 80% ഓഫ് സക്സസ് റേറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇൻ കേസ് ഞാനൊരു 30+ ഇയേഴ്സ് ആയ ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഇപ്പം പല കാര്യങ്ങളും വിട്ടുപോകാറുണ്ട്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫാമിലി കാര്യങ്ങൾ. അപ്പം പലതും ഞാൻ എഴുതി വെക്കുന്നതുകൊണ്ട് എനിക്കത് ക്ലാരിറ്റിയോടുകൂടെ ചെയ്യാനും വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അമൃത് ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി പഠിപ്പിക്കുന്ന സ്കൂളിലെ സ്റ്റുഡൻസിനെ വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്തതാണ്. അതിൽ ഈ പ്ലാനറും ടു ഡു ലിസ്റ്റൊക്കെ വെച്ച് പഠിച്ച് വരുന്ന കുട്ടികളും അതുപോലെ അല്ലാത്ത കുട്ടികളെ വെച്ച് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ ടു ഡു ലിസ്റ്റും പ്ലാനറൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുള്ള ഒരു കാര്യം ഞാനൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പം വളരെ നല്ല രീതിയിൽ നമ്മളുടെ ലൈഫിനെല്ലാം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പലരും ഇത് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഞാനും നെക്സ്റ്റ് കഴിഞ്ഞു പോയ ഇയറിൽ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലതും ഞാൻ പകുതിക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കാറുള്ളത്. അത് പൊതുവെ ഇത് കണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും, ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സംഭവിക്കാം. അപ്പോൾ കുറച്ച് ട്രിപ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു കാര്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാനിങ് നമ്മൾ ഇയർ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇയർലി പ്ലാനൊക്കെ ഈ ജേർണലും അതുപോലെ പ്ലാനിങ്ങും ടു ഡു ലിസ്റ്റും ഒക്കെ അതുപോലെ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. നമുക്ക് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ആക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ഭയങ്കര പീക്കായിട്ട് നമ്മൾ ആഗ്രഹത്തിലിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ കാര്യത്തെ പറ്റി എഴുതുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ ഈ മന്ത് ഞാൻ ടു ഡു ലിസ്റ്റ് ഇടാണ്. ഈ മന്ത് എനിക്ക് ഇത്ര വീഡിയോസ് ഇടണം, ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടണം, ഇതൊക്കെ ടോപ്പിക് ഇടണം, ഇതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സമയത്ത് അതൊക്കെ എഴുതി വെക്കാനും. ഇതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലായിരിക്കും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് ആയിരിക്കും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ പ്ലാനർ ഇതാക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമായിട്ട് ഇമാജിനേഷൻ. നമ്മൾ ഇമാജിൻ ആയിരിക്കും ഇത്ര 6 വീഡിയോസും അല്ലെങ്കിൽ 8 വീഡിയോസോ 10 വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എഴുതി വെക്കും. പക്ഷേ നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ആ വീക്ക് നമുക്ക് അങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഭയങ്കര ഇമാജിൻ ചെയ്തിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ ഒത്തിരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതും ഇനി ചെയ്യാൻ പോകുന്നതും പറഞ്ഞ പോലെ ഒത്തിരി അങ്ങോട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. ഇതും നമ്മൾ വളരെയധികം തോൽപ്പിക്കും. നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ഈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ അത് വളരെ വാല്യൂബിൾ ആയിട്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ എഴുതി വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ശരിക്കും ഈ പറഞ്ഞ നമ്മളുടെ ഈ ഒരു എന്താ പറയുക നിർത്തി പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ മടി എന്ന് പറയുന്ന സംഭവം ഇല്ലാതാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാഗമായിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ വളരെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ വളരെ വലിയൊരു കാര്യം ചെയ്താക്കാതെ നമ്മൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരാനും നമ്മൾ ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാനർ ഉണ്ടാക്കേണ്ടത്, ഹൗ ടു പ്ലാൻ എന്നുള്ള രീതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജന്റ് ആയിട്ടുള്ള കാര്യം ആദ്യം എഴുതുക. പിന്നെ രണ്ടാമത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലേക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് ആവശ്യമുള്ള കാര്യമായിട്ടുള്ള എഴുതുക. മൂന്നാമതായിട്ട് നമുക്ക് സ്മോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനർ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് നാളെ മറന്നു പോകരുത്, നമുക്ക് ഈ ഒരു വീക്ക് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പം 8 വീഡിയോസിനൊക്കെ ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഐ നോ ഇറ്റ്. അപ്പോൾ ഞാൻ എന്താക്കണം, അതിനൊരു 4 വീഡിയോ, കാരണം എനിക്ക് എൻ്റെ ടൈമും എൻ്റെ സ്പേസും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ അല്ല അർജൻറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള കാര്യം ഞാൻ ഫിക്സ് ചെയ്യാം. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് ഭയങ്കര അർജന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അതെൻ്റെ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ക്ലി ലൈഫിൽ എൻ്റെ ഏത് സമയം എങ്ങനെയാണെന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ എഴുതി വെക്കാം. അതേപോലെ തന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ എനിക്ക് ഇപ്പം നടക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ടൈമിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ എന്നുള്ളത്. എനിക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട്. ഇപ്പം എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു സ്പേസ് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞു ടാസ്കുകളുണ്ടാവും, കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഡെയിലി ആയിട്ടുള്ള ക്ലീനിങ് ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ, അതിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കണമായിരിക്കും അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ടാസ്ക് അത്രയും ഉണ്ടാവുള്ളൂ ഒരു ദിവസം. ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ നമ്മൾ അർജന്റ് ഒരു കാര്യം, പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, പിന്നെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യം, അങ്ങനെയായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ വാരി വലിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒരേപോലെ എഴുതി വെക്കുന്നത് നമ്മളെ കൊണ്ട് ഒരിക്കലും പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ വെക്കരുത്. അപ്പോൾ ചിലപ്പോൾ നമുക്കതൊന്നും ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ മടുപ്പ് വരും. നമ്മൾ ഈ ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നെങ്കിലല്ലേ, നമ്മളെല്ലാം ടിക്കിട്ട് കഴിയുമ്പോൾ ശരിക്കും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. നമുക്ക് ഇത് ടിക്കിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എന്തൊക്കെയോ നേടിയെടുത്ത പോലെ നമുക്ക് നമ്മളുടെ ഒരു കാര്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ഹാപ്പി കിട്ടുക. ആ ഒരു ഹാപ്പി ഹോർമോൺ അത്രയും നല്ലോണം ഉണ്ടാവും കേട്ടോ. അത് നമ്മളെ ലൈഫിനെ തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും. നമ്മളെ ലൈഫിനെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും സഹായിക്കും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എങ്ങനെയാണ് ഈ ടു ഡു ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. പലപ്പോഴും ഞാൻ ഒരു ബുക്കിൽ ഡയറിയിൽ എന്തെങ്കിലും എഴുതി വെക്കും. പക്ഷേ ഞാൻ വീട്ടിൽ എന്നും ഡയറി എടുത്ത് നോക്കിക്കൊണ്ടല്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഡയറി ബുക്കൊക്കെ എടുത്ത് നമ്മൾ നോക്കില്ല. അപ്പം എനിക്ക് ഏകദേശം രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു ബോധ്യം ഉണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. അതല്ലാതെ അതിൽ കൂടുതൽ ഞാൻ അതിൽ ചില ആൾക്കാർ മൊബൈലിലായിരിക്കാം, മൊബൈൽ എപ്പോഴും എടുത്ത് നോക്കണമെന്നില്ല. ചില ആൾക്കാർ ആപ്പ് ഉണ്ടാവായിരിക്കാം, ചെയ്യണമെന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാട്ടോ, എനിക്ക് ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെച്ചതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഒരു കടലാസിൽ എഴുതിയിട്ട് ഇത് കാണാൻ പാകത്തിൽ വെക്കും കേട്ടോ. അപ്പൊ എപ്പോ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. നമ്മൾക്കിപ്പം കിച്ചണിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കിച്ചണിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. ആ ഒരു പേപ്പറായിട്ട് എഴുതിയിട്ട് അത് കിച്ചണിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ വീടിൻ്റെ അകത്ത് രാവിലെ തന്നെ എഴുന്നേറ്റാൽ കാണുന്ന ഭാഗത്തിൽ നമ്മൾ ഒരു കടലാസിലായിട്ട് ഒട്ടിച്ച് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കുന്നതാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കത് വർക്ക് ആവുന്നെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം നമുക്ക് പേഴ്സണലി എനിക്ക് എന്തൊക്കെയാണെന്നുള്ളത് പോലെയല്ല നിങ്ങൾക്ക് ഉണ്ടാവും. വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിലൊരു കടലാസിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എല്ലാ പ്ലാനിങ്ങും പറ്റില്ല. പക്ഷേ ഏകദേശം ഒരു ബോധ്യം ഉണ്ടാവല്ലോ ഇന്നൊക്കെയാണ് എൻ്റെ പ്ലാനിങ് എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ കൺമുമ്പിൽ എപ്പോഴും കാണുന്ന ഭാഗത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അത് എടുത്തു പോയി നോക്കണം അല്ലെങ്കിൽ ചെയ്യണം, ആ ഒരു രീതിയിലാണെങ്കിൽ ഇത് വർക്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കോട്ടോ. നമുക്ക് പെട്ടെന്ന് കാണില്ല. അടുക്കളയിലൊക്കെ കാര്യങ്ങളൊക്കെയാണ് വീട്ടമ്മമാരാണ് കാണണമെങ്കിൽ അതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അടുക്കളയിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിലും അവിടെ വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ നമ്മളുടെ ഒരു മൊബൈൽ ഫോണിലാക്കി പോക്കറ്റിൽ വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഡയറിയിൽ എഴുതിയിട്ട് അവിടെ വെക്കുക, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മോശമല്ല, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് പിന്നെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഓർമ്മ വരിക നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് കാണുന്ന ഭാഗത്തിന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു പ്രാപ്തി, നമുക്ക് അങ്ങനെ ഒരു തോന്നലെങ്കിലും നമ്മളുടെ ഉള്ളിൽ വരുത്താം. ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ എന്തൊക്കെ കംപ്ലീറ്റ് ആയി നോക്കട്ടെ എന്നുള്ളൊരു തോന്നലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുത്താം. അല്ലെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലിസ്റ്റ് വർക്ക് ആവില്ല, നമ്മൾ ഫീൽ ആവും. നമ്മൾ വീക്കിലി എഴുതിയിട്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ തോന്നുകയില്ല. ലൈഫ് എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ലൈഫ് പ്രൊഡക്റ്റീവ് ആവണം, നമ്മൾ ലൈഫ് സൂപ്പറായിട്ട് പോകണമെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാനർ എന്ന് പറയുന്നത്. ടു ഡു ലിസ്റ്റ് ആക്കുക എന്നുള്ളത്. അത് ചെയ്ത് ഇതുപോലെ പഞ്ച്വലായിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലിസ്റ്റും നമ്മളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് സാധിക്കും കേട്ടോ. ഇത് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, എനിക്ക് എയിം ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഇന്ന ഒരു മാസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. അതെനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാനേഴ്സുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും അതിന് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പറയും ഇതൊക്കെ നോക്കാൻ എവിടെയാണ് ടൈം എന്നുള്ളത്. ഡെഫിനറ്റ്ലി മോർണിംഗിൽ ഇത്ര നേരത്തെ എഴുന്നേക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ പഞ്ച്വലായിട്ട് എഴുതി നമ്മുടെ മുമ്പിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നോക്കി നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടാവും കേട്ടോ. ഇത് ഡെഫിനറ്റ്ലി വർക്ക് ആവുന്നതാണ്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.